വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ അരിയൊന്നും വെള്ളത്തിലിടാതെ തന്നെ അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഉഴുന്ന് ഞാനിത് ഇതേപോലെ മുഴുവനോടെയുള്ള ഉഴുന്നാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ മുഴുവനോടെയുള്ള ഉഴുന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊളിപ്പായിട്ടുള്ള ഉഴുന്നാണുള്ളതെങ്കിൽ ഇപ്പോൾ 1/2 കപ്പിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി എക്സ്ട്രാ എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്കാണ് 1/2 കപ്പ് ഉഴുന്നെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊന്ന് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി വെക്കുക. ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. ഇതിൻ്റെ കറക്റ്റ് അളവ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്ന് കുതിരാൻ വേണ്ടി വെച്ചാൽ അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ ഉഴുന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇതൊരു ടിപ്സാണ് കേട്ടോ. നമ്മുടെ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചത് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 3 മണിക്കൂറാണ് വെള്ളത്തിലിട്ട് വെച്ചത്. നമുക്ക് നോക്കുന്നത് എന്തോരം വെള്ളം ഉണ്ടെന്നുള്ളത്. ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കപ്പെങ്കിലും വെള്ളം ഇത് ഉഴുന്ന് കുതിർന്ന് കഴിയുമ്പോൾ 1/2 കപ്പെങ്കിലും വെള്ളം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. വേണ്ട കറക്റ്റ് 1/2 കപ്പ് വെള്ളം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതേപോലെ ഉഴുന്ന് ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വെള്ളം എടുക്കരുത് കേട്ടോ. കാരണം സ്മെല്ല് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ വെള്ളം എടുക്കണ്ട, ആ വെള്ളം കളഞ്ഞതിന് ശേഷം വേറെ വെള്ളത്തിൽ അടിച്ചെടുത്താലും മതി. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ചോറ്. 3 ടേബിൾ സ്പൂൺ നിറച്ച് ചോറിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടി. ഞാൻ ഇവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണിത്. ഇത് 2 കപ്പ് അരിപ്പൊടി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ കൊള്ളുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കറക്റ്റ് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 3 കപ്പ് വെള്ളം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉഴുന്നടിച്ചെടുത്തത്. പിന്നെ ചോറിട്ടതിന് ശേഷം ഒരു 1/2 കപ്പും കൂടിയിട്ട് വെള്ളം ഒഴിച്ച് പിന്നെ അരിപ്പൊടി ഇട്ടതിന് ശേഷം 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3 കപ്പ് വെള്ളമാണ്. കറക്റ്റാണ്, കൂട്ടാൻ വേണ്ട കുറയ്ക്കാൻ വേണ്ട. ഇനിയിപ്പോൾ ഞാൻ ആ ഉഴുന്ന് വെള്ളത്തിലിട്ട ആ വെള്ളം തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ നേരമൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ ഉഴുന്നിൻ്റെ ആ വെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ സ്മെല്ല് വ്യത്യാസം വരും. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം എടുക്കണ്ട, വേറെ വെള്ളം എടുത്താൽ മതി. ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടി ആയതുകൊണ്ട് ഈ മിക്സിയുടെ ജാറിൻ്റെ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇഡ്ഡലിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ രാത്രിയൊക്കെ ചോറ് ബാക്കിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് മാവ് അരച്ച് വെക്കാം. പിന്നെ ഉഴുന്ന് 2 മണിക്കൂർ 3 മണിക്കൂർ ഇടൽ നിർബന്ധമില്ല. എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇട്ട് വെച്ചാലും മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഈ മാവ് നമുക്ക് കറക്റ്റ് 14 മണിക്കൂറൊന്ന് പൊന്താൻ വേണ്ടിയിട്ട് വെക്കാം. 14 മണിക്കൂർ തന്നെ വെക്കണം കേട്ടോ.
ചിലപ്പോൾ തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കാം. പക്ഷേ 14 മണിക്കൂർ വെച്ചാൽ ആ ഒരു സോഫ്റ്റ് 10 മണിക്കൂറിൽ ചെയ്താൽ കിട്ടൂല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി മാവ് 14 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെ തട്ട് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എല്ലാ തട്ടിലേക്കും നമുക്ക് കൈ കൊണ്ട് തന്നെ വെച്ച് കൊടുക്കാം. ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഓരോ തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇതായി കിട്ടും കേട്ടോ. നമ്മൾ അരി പോലെയല്ല, അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഒന്ന് നോക്കാം, കണ്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്. നമുക്കിതൊന്ന് തിന്നെടുക്കാം. ഇഡ്ഡലി നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരല്പം ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് ഇഡ്ഡലി എടുക്കാൻ പറ്റും. ഇഡ്ഡലി നന്നായിട്ട് ഇതേപോലെ എടുക്കാൻ പറ്റും. കണ്ടോ നമ്മുടെ ഈസി ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത്. സോഫ്റ്റായിട്ടിരിക്കുന്ന ഇഡ്ഡലിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുവരെ അരിപ്പൊടിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ ബൈ.